നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലും സെനഗലും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുമ്പോൾ ഒരു കണക്ക് തീർക്കാനുണ്ടല്ലോ. കഴിയുമോ ബ്രസീലിന്? ഏത് കണക്ക്? അതെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? 2023 ജൂൺ 21 ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അതായത് 2022 വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ സെനഗലുമായിട്ട് കളിച്ചു. അന്നെന്താ റിസൾട്ട് ഉണ്ടായത്? 2-4 ബ്രസീലിനെ തകർത്തു സെനഗൽ. വേൾഡ് കപ്പൊക്കെ പൊട്ടി നിരാശരായി നിൽക്കുന്ന ബ്രസീലിയൻ ആരാധകർക്ക് വീണ്ടും ഒരു വലിയ ആഘാതമായിരുന്നു ആ ഒരു റിസൾട്ട് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി എന്ന ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളുടെ കീഴിൽ അവരിറങ്ങുമ്പോൾ അന്നത്തെ തോൽവിക്ക് പകവീട്ടാനാകുമോ എന്ന ചോദ്യം ഒരു ഭാഗത്തിൻ്റെ ഒപ്പം ആശങ്കയുമുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ ബ്രസീൽ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിക്കാനിറങ്ങിയപ്പോൾ ജപ്പാനോട് 3-2 തോൽക്കുകയായിരുന്നു. അന്ന് ആഞ്ചലോട്ടി ഒരുപാട് പരീക്ഷണങ്ങളിലേക്കൊക്കെ പോയതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ ന്യായം പറയാമെന്ന് മാത്രമെങ്കിലും ജപ്പാനോട് തോൽക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. അപ്പോൾ ആ തോൽവിയുടെ ഒരു പശ്ചാത്തലം, ഏറ്റവും ഒടുവിൽ കളിച്ചപ്പോൾ ബ്രസീൽ തോറ്റതാ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സെനഗലിനെ നേരിടാൻ പോകുന്നത്. ആഫ്രിക്കൻ കരുത്തിലൂടെ മുമ്പ് കളിച്ചപ്പോൾ പൊട്ടിയിട്ടുമുണ്ട്. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ കളി നടക്കുന്നത്, ലണ്ടനിൽ ഈ മത്സരം നടക്കുന്നത്. ആരൊക്കെയായിരിക്കും ബ്രസീലിൻ്റെ പ്ലേയിങ് 11 എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ബ്രസീൽ മാധ്യമം ഗ്ലോബോ നൽകുന്ന വിവരമനുസരിച്ച് എഡേഴ്സൺ ഗോൾ കീപ്പറായിട്ടുണ്ടാകും. ഡിഫൻസിൽ കാര്യമായ ചില മാറ്റങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വലത് വിങ് ബാക്ക് പൊസിഷനിൽ എദർ മിലിറ്റാവോയെ ഇറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ. അപ്പോൾ എദർ മിലിറ്റാവോ ആ പൊസിഷൻ കളിക്കുകയാണെങ്കിൽ അലക്സാൻഡ്രോ ഇടത് പാർശ്വത്തിലുണ്ടാകും. സെൻട്രൽ ബാക്ക്മാരുടെ റോളിൽ ഗബ്രിയലും മാർക്കീഞ്ഞോസും. സോ ഡിഫൻസിനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശം ഇവിടെയുണ്ട്. പക്ഷേ വലത് പാർശ്വത്തിലൂടെയുള്ള മുന്നേറ്റത്തെ എത്രത്തോളം വിങ് ബാക്ക് റോളിൽ വരുന്ന മിലിറ്റാവോ സഹായിക്കുമെന്നുള്ളതും കണ്ടറിയണം. മധ്യനിരയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പെയർ കാസമിറോയും ബ്രൂണോ ഗുയിവേറസും. മുന്നേറ്റത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലായിട്ട് റോഡ്രിഗോയും എസ്റ്റവായോ വില്യനും ഉണ്ടാകും. ഗോളടിക്കാൻ വിനിയും കുഞ്ഞയും. ഒരു പക്ഷേ നമ്പർ 10 റോഡിലേക്കൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഞ്ചലോട്ടിയുടെ ഒരു പ്ലാൻ എന്ന് ബ്രസീൽ മാധ്യമം ഗ്ലോബ് പറയുന്നു. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. വിറ്റർ റോക്കിന് ഒരു പക്ഷേ രണ്ടാം പകുതിയിൽ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കടുത്തൊരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം. സെനഗൽ ചില്ലറക്കാരല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.